വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. നമ്മുടെ നികുതി സ്ലാബുകളിൽ വന്നിട്ടുള്ള ടാക്സ് സ്ലാബുകളിൽ വന്നിട്ടുള്ള മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഷോർട്ട് വീഡിയോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കറിയാം 12 ലക്ഷം രൂപ വരെ ടാക്സ് എക്സംഷൻ ഇന്നത്തെ ബഡ്ജറ്റിൽ നമ്മുടെ ധനമന്ത്രി തന്നിരിക്കുകയാണ്. അപ്പം അതെങ്ങനെയാണ് കിട്ടുന്നതിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ 12 ലക്ഷം രൂപ വരെ ഇപ്പോൾ മാസ വരുമാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. അതുപോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് നമുക്കൊരു 75,000 രൂപയും കൂടെ ചേർത്ത് 12.25 ലക്ഷം രൂപ വരെ നമുക്കിപ്പോൾ ടാക്സ് എക്സംഷൻ കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ശമ്പള ഇതര വരുമാനമുള്ളവർക്ക് ഇപ്പോൾ 12 ലക്ഷം രൂപ വരെയുള്ള മറ്റു വരുമാനമുള്ളവർക്ക് ടാക്സ് റിബേറ്റ് ക്ലെയിം ചെയ്തുകൊണ്ട് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 12 ലക്ഷം രൂപ വരെ നമുക്ക് ഇപ്പോൾ ടാക്സ് എക്സംഷൻ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തൊരു സ്ലാബിൽ കാണിക്കുന്നത് പുതുക്കിയിട്ടുള്ള നമ്മുടെ നികുതി സ്ലാബാണ്. അപ്പോൾ 12 ലക്ഷം രൂപ വരെ കൊടുക്കണ്ട, അതിന് മുകളിലേക്ക് നമുക്ക് വരുമാനം വന്നാലാണ് ഈ സ്ലാബ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം 2 രീതിയിൽ നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാം. പഴയ രീതിയിൽ ഓൾഡ് മെത്തേഡിലും ചെയ്യാം, പുതിയ മെത്തേഡിലും ചെയ്യാം. ഇപ്പൊ കൊടുത്തിരിക്കുന്നത് പുതിയ മെത്തേഡിലുള്ള സംഭവമാണ്. അപ്പൊ നമുക്ക് 12 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് കൊടുക്കണ്ട. 12 ലക്ഷം എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം നമുക്ക് വരുന്ന ഒരു സമയത്താണ് നമുക്ക് ഈ രീതിയിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരിക. അവിടെ ബ്രാക്കറ്റിൽ റൈറ്റ് സൈഡിൽ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് പുതിയ രീതിയിൽ ഫയൽ ചെയ്യുമ്പോൾ ഉള്ള പഴയ ടാക്സ് സ്ലാബാണ്. അപ്പൊ ഈ നിലവിൽ നമുക്ക് 0 മുതൽ 4 ലക്ഷം രൂപ വരെ ഈ ഇനത്തിൽ നികുതി ഇല്ല. പഴയത് അത് 0 മുതൽ 3 ലക്ഷം വരെ ആയിരുന്നു. 4 മുതൽ 8 ലക്ഷം രൂപ വരെ ആണെങ്കിൽ 5% നമുക്കിപ്പോൾ ടാക്സ് കൊടുക്കേണ്ടത്. മുൻപ് അത് 3 മുതൽ 7 വരെ ആയിരുന്നു. 8 മുതൽ 12 ലക്ഷം രൂപ വരെ നമുക്ക് 10% ഇപ്പൊ ടാക്സ് കൊടുക്കേണ്ടത്. മുൻപ് അത് 7 മുതൽ 10 ലക്ഷം വരെ ആയിരുന്നു. ഇപ്പോൾ ഉള്ളത് 12 മുതൽ 16 ലക്ഷം വരെ നമുക്ക് 15% ഇപ്പൊ ടാക്സ് വരുന്നത്. മുൻപ് 10 മുതൽ 12 ലക്ഷം വരെ ആയിരുന്നു. പിന്നീട് 16 മുതൽ 20 ലക്ഷം വരെ 20% ടാക്സ് വരുന്നത്. മുമ്പ് അത് 12 മുതൽ 15 വരെ ആയിരുന്നു 20% ടാക്സ്. പിന്നെ 25% എന്നുള്ള ഒരു സ്ലാബ് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 20 മുതൽ 24 ലക്ഷം രൂപ വരെ നമുക്ക് 25% ടാക്സ് വരുന്നത്. 25 ലക്ഷത്തിന് മുകളിൽ 30% നമുക്ക് ടാക്സ് ഉണ്ടായിരുന്നു. മുമ്പ് അങ്ങനെയാണെങ്കിൽ 15 ലക്ഷത്തിന് മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ത്രൂ ഔട്ട് നമുക്ക് 30% ടാക്സ് കൊടുക്കണമായിരുന്നു. ഇപ്പൊ അത് 25 ലക്ഷം എന്നുള്ള ലിമിറ്റ് 10 ലക്ഷം കൂടി ഇപ്പോൾ 30% സ്ലാബിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ ടാക്സ് സ്ലാബ് വരുന്നത്. ഇതിന്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് പുതിയ മെത്തേഡിൽ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ലിമിറ്റാണ് ബ്രാക്കറ്റിൽ ഇട്ട് കാണിച്ചിരിക്കുക റൈറ്റ് സൈഡിൽ. ഇടത്തെ സൈഡിൽ ഇപ്പോൾ കറണ്ട് പുതുക്കിയിട്ടുള്ള പുതിയ റേറ്റ് ആണ്. അപ്പോൾ 12 ലക്ഷം എക്സീഡ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ടാക്സ് സ്ലാബ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് പഴയ മെത്തേഡിൽ ഫയൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ATC ഡിഡക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഴയ മെത്തേഡിലാണ് കിട്ടിയിരുന്നത്. അപ്പൊ പഴയ മെത്തേഡിൽ ഇപ്പോൾ വരുന്ന ടാക്സ് സ്ലാബാണ് ഇവിടെ കൊടുത്തിരിക്കുക. 0 മുതൽ 2.5 ലക്ഷം വരെ നമുക്കിപ്പോ നികുതി ഇല്ല. 2.5 ലക്ഷം എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 2,50,001 മുതൽ 5 ലക്ഷം വരെ ആണെങ്കിൽ നമുക്ക് 5% ടാക്സ് കൊടുക്കേണ്ടത്. 5 ലക്ഷം മുതൽ 5,01,000 രൂപ മുതൽ 10 ലക്ഷം വരെ ആണെങ്കിൽ 20% നമുക്ക് ടാക്സ് വരിക. 10 ലക്ഷത്തിന് മുകളിൽ നമുക്ക് 30% ടാക്സ് കൊടുക്കണം. പഴയ മെത്തേഡിൽ നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത്. നമുക്ക് പുതിയ മെത്തേഡ് ആണെങ്കിൽ 25 ലക്ഷത്തിന് മുകളിൽ വരുമ്പോൾ മാത്രമാണ് 30% വരുന്നത്. പക്ഷെ ഇവിടെ ഓൾഡ് മെത്തേഡിലാവുമ്പോൾ 10 ലക്ഷത്തിന് മുകളിൽ നമുക്ക് 30% ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എപ്പോഴും ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമുക്ക് പുതിയ രീതിയിൽ ഫയൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പഴയ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് കൂടുതലായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അത് കൂടാതെ വന്നിട്ടുള്ള TDSലും അതുപോലെ തന്നെ നമ്മുടെ റെന്റൽ ഇൻകത്തിലും കൊടുത്തിട്ടുള്ള ഒരു റിലാക്സേഷൻ ആണ് ഈ ഒരു സ്ലൈഡിനകത്ത് കാണിച്ചിരിക്കുക. മുൻപ് TDS പിടിച്ചിരുന്നത് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്ക് TDS പിടിച്ചിരുന്നതിന്റെ ലിമിറ്റ് 50,000 ആണ് വെച്ചിരുന്നത്. 50,000 രൂപയിൽ കൂടുതൽ ബാങ്കിൽ നിന്ന് നമുക്ക് പലിശ ഇനത്തിൽ കിട്ടുമ്പോൾ നമുക്ക് TDS പിടിച്ചിരുന്നു. ഇനി അത് 1 ലക്ഷം രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുക. അപ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ പലിശ വാങ്ങുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇനി TDS പിടിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് റെന്റൽ ഇൻകം വാടക ഇനത്തിലുണ്ടായിരുന്ന വരുമാനം 2.4 ലക്ഷം രൂപ വരെ നമുക്ക് മുൻപ് TDS ലിമിറ്റ് വെച്ചിരുന്നു. അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നു വാടക ഇനത്തിൽ കിട്ടുന്ന വരുമാനത്തിന്. ഇപ്പോഴത് 6 ലക്ഷം രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. അപ്പൊ 6 ലക്ഷത്തിന് മുകളിൽ വാടക ഇനത്തിൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ രീതിയിൽ ഇനി TDS പിടിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള കുറച്ച് നല്ല മാറ്റങ്ങളാണ് നമ്മുടെ ബഡ്ജറ്റ് ടോട്ടൽ നോക്കുമ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഇൻഷുറൻസിനെ സംബന്ധിച്ചാണെങ്കിലും ടാക്സ് സ്ലാബ് ഉയർത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇനി 12 ലക്ഷം രൂപ വരെ റിട്ടേൺ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇൻഷുറൻസുകൾ എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പൊ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇൻഷുറൻസുകളും മറ്റ് FDകളും എല്ലാം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതുപോലെയുള്ള നല്ല ഉപകാരപ്രദമാകുന്ന നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.